ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 4 വിങ്ഡ് ബഡീസിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ആണ്. ഫ്രം നൊക്ടേണൽ ബേർഡ്സ് മുതലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നൊക്ടേണൽ ബേർഡ്സ് അതായത് രാത്രി പക്ഷികൾ. Owls sleep during the day and hunt for prey at night. They have a feathered coat that is suitable for hunting at night and does not make sound while flying. രാത്രിയുള്ള പക്ഷികൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മൂങ്ങകളെയാണ് അല്ലേ. മൂങ്ങകൾ രാവിലെ പകൽ സമയം കിടന്നുറങ്ങുകയും രാത്രിയാകുമ്പോൾ ഇരപിടിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന ഒരു പക്ഷിയാണ്. അവർക്ക് ഫെതേർഡ് കോട്ട്സ് ആണ്, നിറയെ തൂവലുകളുള്ള ഒരു കോട്ട് പോലെയാണ് തൂവലുകളെല്ലാം അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് രാത്രി കാലങ്ങളിൽ ഇര പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നതിനും സൗണ്ട് ഉണ്ടാക്കാതെ പറക്കുന്നതിനുമാണ് ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫെദറിൻ്റെ തൂവലിൻ്റെ ഒരു കുപ്പായം അവർക്കുള്ളത്. ദ ഫോറസ്റ്റ് ഔൾ ക്യാച്ചസ് സ്മോൾ ക്രീച്ചേഴ്സ്. ഇപ്പോൾ കാട്ടുമൂങ്ങകളുണ്ട്, വനമൂങ്ങകൾ. അവരെന്താണ് ചെറിയ മൃഗങ്ങളെയാണ് പിടിക്കുന്നത്. ദ ബാൺ ഔൾസ്, സിൽവർ ഔൾ ഈറ്റ്സ് മൈസ് ആൻഡ് ബാൻഡിക്കൂട്ട്സ്. ഇപ്പോൾ ബാൺ ഔൾ എന്ന് പറയുമ്പോൾ അത് കളപ്പുര മൂങ്ങകൾ അല്ലെങ്കിൽ വെള്ളിമൂങ്ങകൾ എന്നാണ് അതിനെ പറയുന്ന. വെള്ളിമൂങ്ങകൾ കേട്ടിട്ടുണ്ടല്ലോ, വെള്ളിമൂങ്ങ. അവർ കഴിക്കുന്ന എന്ത് സാധനങ്ങളെയാണ്? പെരിച്ചാഴി അല്ലെങ്കിൽ പന്നിയെലി അല്ലെങ്കിൽ തുരപ്പനെലി എന്നൊക്കെ പറയുന്ന ഒരു ടീമുകളുണ്ടല്ലോ, അവരെയും ചെറിയ ചെറിയ എലികളെയാണ് അവർ കഴിക്കുക. ദ ഫിഷ് ഔൾസ് ഹണ്ട് ഫിഷ് ആൻഡ് ദ നൈറ്റ് ജാർ ഈറ്റ്സ് ഫീൽഡ് മൈസ്. ഫിഷ് ഔൾ എന്ന് പറഞ്ഞാൽ മീൻ കൂമനുകൾ. പൂച്ചയുടെ പോലത്തെ കണ്ണുകൾ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഫിഷ് ഔൾ എന്ന് പേര് വന്നിരിക്കുന്നത്. മീൻ കൂമൻ. അവർ കഴിക്കുന്നത് മീനുകളെയും. പിന്നെ നൈറ്റ് ജാർ എന്ന് പറഞ്ഞാൽ രാച്ചൂക്ക് അല്ലെങ്കിൽ നാട്ടുരാച്ചൂക്ക്, കാട്ടുരാച്ചൂക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് പക്ഷികളാണ്. അവർ ഈ മൂങ്ങേനെ പോലത്തെ ഫെതേഴ്സാണ് അവർക്കുള്ളത്. തവിട്ട് കളറും പിന്നെ ഈ ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള ഫെതേഴ്സ്, ബ്ലാക്കും ഒക്കെ ആയിട്ട് ഉള്ള ഫെതേഴ്സാണ്. അവർ ഈ മണ്ണിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. എന്നിട്ടാണ് ഇവർ ഇരപിടിക്കുന്നത്. അവർ കഴിക്കുന്നത് എന്താണ്? ഇവർ എലികളെയാണ് കഴിക്കുന്നത്. ഓൾ ഓഫ് ദീസ് ആർ നോക്ടേണൽ ബേർഡ്സ്. ഇവരെല്ലാം എന്ത് ബേർഡ്സാണ്? പക്ഷികളാണ്, രാത്രി പുറത്തിറങ്ങുന്ന രാത്രി പക്ഷികൾ. ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്. അടുത്ത ഹെഡിങ്, ഹാവ് യു നോട്ടീസ്ഡ് ദ നെസ്റ്റ് ഓഫ് ദ ബേർഡ്സ് അറൗണ്ട് അസ്. നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ, അവരെങ്ങനെയുള്ള കൂടുകളിലാണ് താമസിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻ വാട്ട് വേസ് ആർ ദ നെസ്റ്റ് ഡിഫറെൻറ്റ്? ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ആൻസർ. അപ്പോൾ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് അവ വ്യത്യാസമായിട്ടുള്ളത്? ഓരോ കൂടുകളും വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് വ്യത്യാസം? താഴെ നമുക്കൊരു മൈൻഡ് മാപ്പ് പോലൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നോക്കാം. പ്ലേസസ് വെയർ ദേ ആർ ഫൗണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലാണ് കൂടുകൾ കൂട്ടുന്നത്. ചിലർ മരത്തിൻ്റെ മുകളിൽ കൂട്ടും, ചിലരെന്താ ചില്ലകളിൽ തൂക്കിയിടുന്നതായിരിക്കും, ചിലർ തെങ്ങിൻ്റെ മേലിലായിരിക്കും കൂട്ടുക, ചിലർ റോക്ക് മലകളും കുന്നുകളുടെ സൈഡിലൊക്കെ ആയിരിക്കും കൂട്ടുക. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ചില ആൾക്കാർ എവിടെ ആയിരിക്കും കൂട്ടുക? ഈ മീനുകൾ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർ കുളത്തിൻ്റെയോ അല്ലെങ്കിൽ പുഴയുടെയോ ഒക്കെ സൈഡുകളിലായിരിക്കും അവർ കൂട്ടുക അല്ലേ. അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്. പ്ലേസ് വെയർ ദേ ആർ ഫൗണ്ട്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഇനി ഓരോ കൂടും ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാക്കയുടെ കൂടുതൽ ചുള്ളിക്കമ്പുകൾ, നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ, കമ്പികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പ്ലാസ്റ്റിക് കയറുകളും കഷ്ണങ്ങളും കമ്പികളും. അതേസമയം ഒരു തൂക്കണാങ്കുരുവിയുടെ കൂടാണെങ്കിലോ, തൂക്കണാങ്കുരുവി മുഴുവൻ ചകിരിനാര് കൊണ്ടായിരിക്കും ഉണ്ടാക്കുക അല്ലേ. ഇനി ഒരു നെയ്ത്തുകാരൻ പക്ഷിയാണെങ്കിലോ ഇലകൾ കൊണ്ടായിരിക്കും ഉണ്ടാക്കുക. വുഡ് പെക്കർ മരംകൊത്തി ആണെങ്കിലോ മരത്തിൻ്റെ ഉള്ളിലൊരു പൊത്തുണ്ടാക്കുകയാണ് ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെ ഓരോ കിളികളുടെ കൂടിനും ഉണ്ടാക്കുന്ന മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. ഇനി സ്ട്രക്ചർ ആൻഡ് ഷേപ്പ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കൂടുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളാണുള്ളത് അല്ലേ. പല ഷേപ്പുകളും സ്ട്രക്ചറുമാണ് അതിനുള്ളത്. ഇനി ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ. ക്ലൈമറ്റും ഓരോ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കൂടുകളാണ് അവരുണ്ടാക്കുന്നത്, ഓരോ പക്ഷികളും. അതുപോലെ പർപ്പസ് ഓഫ് പ്രൊട്ടക്ഷൻ. ഇനി അടുത്തത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എഗ്സ്. പല ടൈപ്പുള്ള മുട്ടകളാണ് അല്ലേ, പല തരത്തിലുള്ള മുട്ടകൾ. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദീസ്? റൈറ്റ് ഇറ്റ് ഡൗൺ. ഇനി താഴെ കുറച്ച് മുട്ടകൾ തന്നിട്ടുണ്ട്. അത് ആരുടെയൊക്കെ മുട്ടകളാണ് നമ്മളൊന്ന് എഴുതണം. ആദ്യത്തെ മുട്ട കണ്ടാൽ നമുക്ക് കോഴി മുട്ടയാണെന്ന് തോന്നും. രണ്ടാമത്തെ മുട്ട കാടമുട്ടയാണ്, കുയലിൻ്റെ മുട്ടയാണ്. ഇനി അടുത്ത താഴെയുള്ളത് നോക്കാം.
നെക്സ്റ്റ് വന്നിട്ട് എമൂൻ്റെ മുട്ടയാണ്, കറുപ്പ് കളറിലുള്ള മുട്ടകൾ എമൂൻ്റെ മുട്ടയാണ്. പിന്നെ ഒരെണ്ണം ഡക്കിൻ്റെ മുട്ടയുണ്ട്, താറാവിൻ്റെ. പിന്നെ രണ്ട് വലുതുള്ളത് ഓസ്ട്രിച്ചിൻ്റെ മുട്ടകളാണ്. പിന്നെ കാക്കയുടെ മുട്ടയും കുയിലിൻ്റെ മുട്ടയും ഒരു കൂട്ടിലുണ്ട്. അപ്പോൾ അത് ഓരോ മുട്ടകളും ഷേപ്പിലും സൈസിലും കളറിലും ടെക്സ്ചറിലും ഒക്കെ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫർ? ഏതൊക്കെ രീതികളിലാണ് ഓരോ മുട്ടയും വ്യത്യസ്തമായിട്ടിരിക്കുന്നത്? എന്തൊക്കെയാണത്? സൈസ്, ഓരോന്നത്തിൻ്റെയും സൈസ് വെച്ചിട്ട്, ഷേപ്പ് വെച്ചിട്ട്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു മുട്ട വിരിയാനെടുക്കുന്ന സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ കളർ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോന്നതിൻ്റെയും നിറം, ടെക്സ്ചർ, അതിൻ്റെ ആ ഒരു മുട്ടത്തൊണ്ടിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ചിലതിന് നല്ല മിനുസമുള്ളതായിരിക്കും, ചിലത് കട്ടിയുള്ളതായിരിക്കും, അങ്ങനെ. പിന്നെ തിക്നെസ്, ഓരോ മുട്ടത്തൊണ്ടും കട്ടിയുള്ള മുട്ടത്തൊണ്ടുണ്ടാകും, കട്ടിയില്ലാത്ത മുട്ടത്തൊണ്ടുണ്ടാകും അല്ലേ. ഇപ്പോൾ കൊയലിൻ്റെ മുട്ട, അതായത് കാട മുട്ട ഭയങ്കര കട്ടി കുറഞ്ഞ മുട്ടത്തൊണ്ടാണ്, അത് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുട്ടത്തൊണ്ടാണ്. അതേസമയം ഓസ്ട്രിച്ചിൻ്റെ മുട്ട എങ്ങനെയാണ്? നല്ല കട്ടിയുള്ള തോടാണ്, അത് പൊട്ടിക്കാനേ ഭയങ്കര പ്രയാസമാണ്. അതുപോലെ തന്നെ എമൂൻ്റെ മുട്ടയും കട്ടിയുള്ള തോടുകളാണ്. അപ്പോൾ അങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്തമാണ് ഓരോ മുട്ടയും. നെക്സ്റ്റ്, കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ബേർഡ്സ്, ദെയർ നെസ്റ്റ് ആൻഡ് ദെയർ എഗ്സ്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ബേർഡ്സിൻ്റെ പിക്ചറും അവരുടെ കൂടുകളും, എങ്ങനെയാണ് അവരുടെ നെസ്റ്റ് ഉണ്ടാവുന്നത്, അതുപോലെ അവരുടെ മുട്ട എങ്ങനെയായിരിക്കും, അത് നമുക്ക് കളക്ട് ചെയ്തൊരു ആൽബം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ബേർഡ്സ് നെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഷേപ്പ്, സൈസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ലൊക്കേഷൻ, നെസ്റ്റിംഗ് മെത്തേഡ് ആൻഡ് ദർ എഗ്സ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് ഓരോ ബേർഡും. അവരുടെ ഷേപ്പ്, അവരുടെ സൈസ്, അവർ കൂടുണ്ടാക്കുന്ന വിധം, കൂടുണ്ടാക്കുന്ന ലൊക്കേഷൻ, കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അവരുടെ മുട്ടകൾ, എല്ലാ കാര്യത്തിലും ഓരോ പക്ഷിയും വ്യത്യസ്തരാണ്. ഇനി ഓസ്ട്രിച്ച് ആൻഡ് ഇറ്റ്സ് എഗ്. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. ഇറ്റ്സ് എഗ് ഈസ് ദ ലാർജസ്റ്റ് എഗ്. ഇപ്പോൾ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഓസ്ട്രിച്ചാണ്, ഒട്ടക പക്ഷിയാണ് അല്ലേ. അതിൻ്റെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ഓൾദോ ഇറ്റ് ഹാസ് വിങ്സ് ഇറ്റ് കനോട്ട് ഫ്ലൈ. ഓസ്ട്രിച്ചിന് ചിറകുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറക്കാൻ പറ്റില്ല. ആൻഡ് ഓസ്ട്രിച്ച് എഗ് വെയ്സ് അപ്രോക്സിമേറ്റ്ലി 1.5 kilograms. ഒരു ഓസ്ട്രിച്ചിൻ്റെ മുട്ടയുടെ വെയ്റ്റ് എന്തായിരിക്കും? ഭാരം എന്തായിരിക്കും? 1.5 കിലോ ആയിരിക്കും. മോർ ഓവർ ഇറ്റ് ഓൾസോ ഹാസ് ദ ലാർജസ്റ്റ് ഐ എമംഗ് ഓൾ ആനിമൽസ് ഇൻ ലാൻഡ്. ഓസ്ട്രിച്ചിൻ്റെ കണ്ണാണ് ഏറ്റവും വലിയ കണ്ണുകൾ. ലാൻഡ് അനിമൽസിലെ ഏറ്റവും വലിയ കണ്ണുകൾ ആരുടെ കണ്ണാണ്? ഓസ്ട്രിച്ചിൻ്റെ കണ്ണാണ്. നെക്സ്റ്റ് ഹെഡിങ് വന്നിട്ട് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. ഗ്രീൻ ബ്ലാബർ. ഈ ഗ്രീൻ ബ്ലാബറിൻ്റെ നമ്മുടെ മലയാളത്തിലുള്ള പേര് പച്ചക്കളരി പക്ഷി എന്നാണ്. രണ്ടാമത്തത് ഇന്ത്യൻ പിറ്റ, അതിൻ്റെ പേര് നവരംഗിയാണ്. അവർക്ക് 9 കളർ ഉണ്ടാകും, അതുകൊണ്ടാണ് നവരംഗി എന്ന് പേര് വന്നിരിക്കുന്നത്. ഇന്ത്യൻ പാരഡൈസ് ആണ് അടുത്തത്, ഫ്ലൈ ക്യാച്ചർ. നാഗമോഹൻ അല്ലെങ്കിൽ സ്വർഗീയ പക്ഷി എന്നാണ് ഈ പക്ഷിയുടെ പേര്. അടുത്തത് ഇന്ത്യൻ ഗോൾഡൻ ഒറൈലാണ്. മഞ്ഞക്കിളി അല്ലെങ്കിൽ യുറേഷ്യൻ മഞ്ഞക്കിളി എന്നാണ് ഇതിന് പറയുന്ന പേര്. പസഫിക് ഗോൾഡൻ പ്ലോവർ, പൊന്മണൽ കോഴി എന്നാണ് ഇതിൻ്റെ പേര്. ഫോറസ്റ്റ് വാഗ്ടെയിലാണ്. കാട്ടുവാലുകുലുക്കി എന്നാണ് ഇതിൻ്റെ പറയുന്ന പേര്. ഇപ്പം നാട്ടുവാലുകുലുക്കി ഉണ്ട് കേട്ടോ, ഫുൾ ബ്ലാക്ക് കളറിൽ ഒരു ചിറകിൻ്റെ ഭാഗത്ത് മാത്രം ഒരു വൈറ്റ് കളറുള്ള ഒരു വാലാട്ടി പക്ഷി ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഡു വി ഓൾവേസ് സീ ഓൾ ദീസ് ബേർഡ്സ് ഷോൺ ദ പിക്ചർ? ഡു വി ഓൾവേസ് ഹിയർ ദെയർ സൗണ്ട്സ്? വാട്ട് കുഡ് ബി ദ റീസൺ? അപ്പോൾ ഈ പക്ഷികളെ, ഈ തന്നിട്ടുള്ള 6 പക്ഷികളെ നമ്മൾ എപ്പോഴും കാണാറുണ്ടോ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമ്മൾ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇവർ നമ്മൾ എപ്പോഴും കാണാറില്ല, വല്ലപ്പോഴും മാത്രമേ കാണുള്ളൂ. അതെന്തുകൊണ്ടാണ്? Some species of birds migrate from one place to another in large number to escape from adverse weather conditions, to obtain food and for breeding. When the weather becomes favorable, they return. Such birds are called migratory birds. ദേശാടന പക്ഷികൾ എന്ന് പറയും. മൈഗ്രേറ്ററി ബേർഡ്സ്, ദേശാടന പക്ഷികൾ. അവരെന്തിനാണ് ദേശാടനം ചെയ്യുന്നത്? അവരുടെ ക്ലൈമറ്റ് വ്യത്യാസം വരുമ്പോൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അവർ താമസിക്കുന്ന ആ പ്രദേശത്ത് കൂടുതൽ തണുപ്പുകളൊക്കെ വരുമ്പോൾ, തണുപ്പ് കാലാവസ്ഥ വരുമ്പോൾ, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യും? മറ്റൊരു പ്രദേശത്തേക്ക് മാറി താമസിക്കും. അതുപോലെ രണ്ടാമത്തെ എന്താണ്? ഫുഡ്, ഭക്ഷണം കുറയുമ്പോൾ, അവർ താമസിക്കുന്ന പ്രദേശത്തുള്ള ഭക്ഷണം കുറയുമ്പോൾ, അതല്ലെങ്കിൽ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ മുട്ടയിടാൻ വേണ്ടിയിട്ടും പ്രത്യുൽപാദനത്തിനും വേണ്ടിയിട്ട് അവർ
കുഞ്ഞുങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ വേറെ സ്ഥലത്തേക്ക് മാറി താമസിക്കും. ഇങ്ങനെയുള്ള അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ഇതെല്ലാം നോർമൽ ആകുമ്പോൾ ഇവർ പണ്ട് താമസിച്ചിരുന്ന പ്രദേശത്ത് വീണ്ടും ഇവർക്ക് താമസിക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് വരുമ്പോൾ അവരെന്ത് ചെയ്യും? തിരിച്ചങ്ങോട്ട് തന്നെ അവർ പോകും. ഇതാണ് മൈഗ്രേറ്ററി ബേർഡ്സ്. മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ദേശാടന പക്ഷികൾ. ഫൈൻഡ് ദ നെയിംസ് ഓഫ് മോർ മൈഗ്രേറ്ററി ബേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. കളക്ട് പിക്ചർ ആൻഡ് പേസ്റ്റ് ദം ദ എൻവയറമെൻറ്റൽ ബുക്ക് ബേർഡ് കോർണർ ഓഫ് യുവർ ക്ലാസ്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി കൂടുതൽ പക്ഷികളുടെ പേരുകളൊക്കെ കണ്ടുപിടിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ബേർഡ്സ് ആൻഡ് ദ എൻവയറമെൻറ്റ്. ഇനി പക്ഷികളും അവരുടെ പരിസരവും അല്ലെങ്കിൽ പരിസ്ഥിതിയും. ഹാവ് യു നോട്ടീസ് പീപ്പിൾ ട്രീസ് ഗ്രോയിങ് ഓൺ ദ ടോപ്പ് ഓഫ് സർട്ടൻ ബിൽഡിങ്സ്? ഹാസ് എനിവൺ പ്ലാന്റഡ് ഇറ്റ് ഹിയർ? ഇറ്റ് ദെയർ? അപ്പം നമ്മൾ പലപ്പോഴും ഈ ആൽമരങ്ങളും അതുപോലെ ഒരു ചെറിസ്കയുടെ ഒരു പഴമാണ് ഞങ്ങളിവിടെ ചെറിസ്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അതെന്താ പറയണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇങ്ങനെ മതിലുകളിലും ഒക്കെ വളരണത് കാണാൻ പറ്റാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ആരായിരിക്കും അവിടെ കൊണ്ട് ആ മതിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ചുവരിൻ്റെ മേലെ കൊണ്ട് അത് നട്ടു വെച്ചിരിക്കുന്നത്? ഹൗ ആർ ബേർഡ്സ് ബെനിഫിഷ്യൽ ടു എൻവയറമെൻറ്റ്? അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുക? പക്ഷികൾ ആ മരത്തിൻ്റെ ആ ഫ്രൂട്ട് കഴിക്കും. ഫ്രൂട്ട് കഴിച്ചിട്ട് ഇവർ അവിടെ പോയിരുന്ന് കാഷ്ടിക്കും. അപ്പോൾ ആ കാഷ്ടം അവിടെ വീഴും. മഴയും വെയിലുമൊക്കെ കൊണ്ട് അത് കിളിർത്ത് മുളച്ച് വരുന്നതാണ് അല്ലേ? അപ്പോൾ സീഡ് ഡിസ്പേഴ്സൽ എന്നാണ് ഇതിനെ പറയുന്ന പേര്. സീഡ് ഡിസ്പേഴ്സൽ, വിത്തുകൾ അങ്ങനെ വിതറാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ബേർഡ്സ് സഹായിക്കുന്നുണ്ട് അല്ലേ? സീഡ് ഡിസ്പേഴ്സൽ. പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ചെറിയ പുഴുക്കളെയും ജീവികളെയൊക്കെ ഇവർ കഴിക്കും. ഇലകളിലൊക്കെയുള്ള ചെറിയ ചെറിയ പുഴുക്കളെയൊക്കെ കഴിക്കുന്ന ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? പെസ്റ്റിനെ കൺട്രോൾ ചെയ്യും, ഈ ക്ഷുദ്രജീവികളെ കൺട്രോൾ ചെയ്യും. പിന്നെ പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് മറ്റേ ചെടിയിലേക്ക് ഇങ്ങനെ പറന്നു പോയി തേൻ കുടിക്കുന്ന സമയത്ത് പരാഗണത്തിന് സഹായിക്കും. പ്രത്യുൽപാദനം തന്നെ ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പരാഗണം നടന്നാൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടി അത് സഹായിക്കും. പിന്നെ ഡീകമ്പോസേഴ്സ്, ചത്ത് കിടക്കുന്ന ജീവികളെയൊക്കെ കഴിക്കും. സ്കാവഞ്ചേഴ്സ്, അതൊക്കെ കാക്കകളും റാവൻസ്, ഈഗിൾ, വൾച്ചർ, ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ ഡീകമ്പോസേഴ്സ് ആണല്ലേ, ഡീകമ്പോസിഷനെ സഹായിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവർ കിടക്കുന്ന ജീവികളെയൊക്കെ കഴിക്കും, അവരുടെ വേസ്റ്റൊക്കെ കഴിക്കും. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ഓവേഴ്സ്, നമ്മൾ പുറത്തേക്ക് കളയുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റുകളുണ്ടല്ലോ, അതും കഴിക്കും. കാക്കയും റാവനും ഒക്കെ വന്ന് കഴിക്കാറില്ലേ? ഇനി അതുപോലെ ബയോ ഇൻഡിക്കേറ്റേഴ്സാണ് അടുത്തത്. ഈ ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ പക്ഷികൾക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റിയാണ്. നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണ്. അപ്പോൾ ഇവർ സെൻസിറ്റീവാണ് നേച്ചറിലുള്ള ചേഞ്ചസ് ഒക്കെ ഇവർക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഭൂമി കുലുക്കം വരികയോ അങ്ങനെ ഒരു ഇറപ്ഷൻ, ലാൻഡ് സ്ലൈഡുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകുന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇൻ സെർച്ച് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ഹൗ ഡു ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്വെൻസ് ദെയർ തേഴ്സ്റ്റ് ഇൻ സമ്മർ വെൻ സ്പ്രിങ്സ് ആൻഡ് അതർ വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്? അപ്പോൾ ഇനി ഈ പക്ഷികൾ എവിടെ നിന്നാണ് വെള്ളം കുടിക്കുക? അവർ ബോട്ടിലിൽ വെള്ളം കൊണ്ടു നടക്കില്ലല്ലോ. അവർ ഈ കാണുന്ന സ്പ്രിങ്ങിൽ നിന്നും പുഴയിൽ നിന്നും വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തു നിന്നൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് അല്ലേ? അപ്പോൾ സമ്മർ സീസൺ ആകുമ്പോൾ, വേനൽക്കാലം ആകുമ്പോൾ അവിടത്തൊക്കെ വെള്ളം വറ്റിപ്പോകും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബേർഡ്സിന് കുറച്ച് വെള്ളം കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ വെള്ളം കൊടുക്കുക? നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നമുക്കൊരു മണ്ണ് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കാം അല്ലേ? അപ്പോൾ അവർ വന്ന് കുടിച്ചിട്ട് പോയിക്കോളും. ആ മണ്ണ് പാത്രത്തിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി പുതിയത് വെക്കാൻ ശ്രമിക്കണം. കാരണം ഇല്ലെന്നാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കൊതുകിൻ്റെ കൂത്താടികൾ വന്നിട്ട് കൊതുക് മുട്ടയിട്ട് വെക്കും, കൂത്താടികൾ അവിടെ വളരും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി പുതിയ വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗത്തുള്ളത്. ഇനി ഗ്രേറ്റ് ഹോൺബിൽ ടുവേർഡ്സ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ ഈ ഗ്രേറ്റ് ഹോൺബിൽ ആരാണ്? നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഗ്രേറ്റ് ഹോൺബിൽ അല്ലേ? മലമുഴക്കി വേഴാമ്പൽ. അപ്പോൾ ഈ ഗ്രേറ്റ് ഹോൺബിലിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫാമേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്, കാട്ടിലെ കൃഷിക്കാരെന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവർ കാട്ടിലെ കൃഷിക്കാരാണ്. ഇറ്റ് ഈസ് നോൺ
ഇറ്റ് ഈസ് നൗ ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പം ഇവരെ നമ്മൾ പിടിക്കുന്നത് കൊണ്ട്, ട്രാപ്പ് ചെയ്യുന്നതൊക്കെ കൊണ്ടേ ഇവർക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഫുഡ് കിട്ടാതാവുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആകുകയാണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കേട്ടോ. ദ നമ്പർ ഓഫ് ബേർഡ്സ് ലൈക്ക് ഗ്രേറ്റ് ഹോൺബിൽ ഹൗസ് സ്പാരോ ഇസ് നൗ ഡിക്രീസിങ്. ഈ ഹൗസ് സ്പാരോ ഇല്ലേ, നമ്മൾ കുരുവി, നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് അടക്കാക്കിളി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക, അടക്കാക്കുരുവി. അത് വന്നിട്ട് വീട്ടിൻ്റെ സൈഡിലൊക്കെ വന്ന് കൂട് കൂട്ടാറുള്ളത്. ആ കുരുവിനെ ഇപ്പോൾ കാണാനേ ഇല്ല. പണ്ട് ഞാനൊക്കെ ചെറുതാകുന്ന സമയത്ത് ഒത്തിരി കിളീനെ കാണുമായിരുന്നു. ഇപ്പം അതിനെ കാണണേ ഇല്ല, കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണ് അവരൊക്കെ കുറയുന്നത്? എന്തായിരിക്കും അതിൻ്റെ കാരണം? സ്കാസിറ്റി ഓഫ് ഫുഡാണ് ഒന്നാമത്തെ കാര്യം. ഒരു കാര്യം സ്കാസിറ്റി ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ കുറവ്. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, വലിയ വലിയ മരങ്ങളുടെ കുറവ് കൊണ്ട്. പിന്നെ മനുഷ്യന്മാർ പോയി കാട് വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീടും വെക്കുന്നുണ്ട്, റിസോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം ഫാക്ടറീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹാബിറ്ററ്റ് ലോസ്, അവർക്ക് താമസിക്കാനുള്ള അവരുടെ സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണ് അല്ലേ. നമ്മൾ ഈ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നതുകൊണ്ട് ഹാബിറ്ററ്റ്, അവരുടെ ജീവിത സാഹചര്യം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. പൊല്യൂഷൻ ആൻഡ് പെസ്റ്റിസൈഡ്സ്, പൊല്യൂഷൻ, മലിനീകരണം. പിന്നെ പെസ്റ്റിസൈഡ്, നമ്മൾ കൃഷികൾക്കും അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കീടനാശിനികളൊക്കെ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അത് ആ കീടങ്ങളെ ആര് കഴിക്കും? ഈ കീടനാശിനി കഴിച്ച് ചത്തുപോകുകയോ അല്ലെങ്കിൽ മന്നിച്ചിരിക്കുകയോ ചെയ്യുന്ന കീടങ്ങളെ പക്ഷികൾ വന്ന് കഴിക്കും. അപ്പോൾ പക്ഷികളും ചത്തുപോയില്ലേ. ഇനി ക്ലൈമറ്റ് ചേഞ്ച്, നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. predation by domestic animals, illegal hunting and trapping. ഇനി നിയമവിരുദ്ധമായിട്ട് നമ്മൾ പക്ഷികളെയും പിടിച്ച് കൂട്ടിലടക്കുന്നു, വിൽക്കുന്നു, അങ്ങനെ പല പരിപാടികൾ. അപ്പോൾ ഇല്ലീഗലായിട്ട് നിയമപരമല്ലാത്ത രീതിയിലുള്ള ഹണ്ടിങ്, ട്രാപ്പിങ്, പക്ഷീനെ പിടിക്കൽ. പിന്നെ പ്രഡേഷൻ ബൈ ഡൊമസ്റ്റിക് അനിമൽസ്, വീട്ടിലുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യും, ഈ നായയും പൂച്ചയും ഒക്കെ ഇതുങ്ങളെ പിടിക്കും. അപ്പം അതൊക്കെ കൊണ്ടാണ് ഇവരുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എൻഡേഞ്ചേർഡ് ബേർഡ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പിക്ചർ ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബേർഡ് വാച്ചേഴ്സ്, ഓർണിത്തോളജിസ്റ്റ്. When Salim was 10 years old, he spotted a sparrow named Manyathali with an air gun that his uncle had given him as a gift. Salim and his uncle took this bird and went to visit his uncle's friend V.S. Millard, an officer of Natural History Society, Mumbai. He introduced Salim to the collection of birds preserved and kept in the society. It included sparrows like the Manyathali that Salim had shot. This visit marked the turning point for him to be a bird lover later. ഇപ്പോൾ 10 വയസ്സുള്ള സലീം എന്ത് ചെയ്തു, അവൻ്റെ അങ്കിൾ സമ്മാനിച്ച ഒരു ഷോട്ട് ഗൺ, എയർ ഗൺ, ഒരു തോക്ക് കൊണ്ട് ഒരു മഞ്ഞത്താലിനെ വെടിവെച്ചിട്ടു. അപ്പോൾ ഈ പക്ഷീനെ എടുത്തിട്ട് സങ്കടം തോന്നിയവർ ഈ പക്ഷിനെ എടുത്തിട്ട് അങ്കിളിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അങ്ങനെ അവിടെ നിന്നാണ് ഇദ്ദേഹത്തിനും പക്ഷികളോടുള്ള സ്നേഹം തുടങ്ങിയത്. അങ്ങനെ ഇദ്ദേഹം ഒരു പക്ഷി ശാസ്ത്രജ്ഞനായ, ഒരു ബേർഡ് വാച്ചർ ആയി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരു ബയോഗ്രഫി ഓഫ് ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലിയുടെ ബയോഗ്രഫിയുടെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മളിനി 2 പേരുടെയും കൂടി നമ്മൾ എഴുതാനുണ്ട്. We celebrate his birthday November 12 as National Bird Watching Day. Do you know any other bird watchers? Find more information about them and write. 2 പേര് തന്നിട്ടുണ്ട്. ശ്രീ KK നീലകണ്ഠൻ, known as ഇന്ദുചൂടൻ, ഡോക്ടർ R സുഗതൻ. അപ്പോൾ നീലകണ്ഠൻ സാറിൻ്റെ ഒരു ബയോഗ്രഫിയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ട്. ബോൺ ഇൻ April 1923, he was lecturer in English. He had a deep passion in observing birds. Co-founded Kerala Natural History Society in 1974, received posthumous honors. അപ്പോൾ മരണശേഷം കുറച്ച് സമ്മാനങ്ങൾ, ബഹുമതികൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് കേരളത്തിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി 1974 ഇദ്ദേഹം കൂടി മുൻകൈ എടുത്തിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തത്.
ഇദ്ദേഹം ഒരു ലെക്ചറർ ആയിരുന്നു. ഇനി അടുത്തത് ഡോക്ടർ ആർ സുഗതനെ പറ്റി. ബോൺ ഇൻ എ വില്ലേജ് നിയർ കാലടി, എൻകറേജ്ഡ് ബൈ എ ഫീച്ചർ ഇൻ മാഗസിൻ ബേർഡ്മാൻ ഓഫ് ഇന്ത്യ, അസിസ്റ്റഡ് സലിം അലി ഇൻ സെവറൽ പ്രോജക്ട്സ്. അപ്പോൾ കാലടിയിലാണ് ജനിച്ചത്. ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളേജിൽ വെച്ചിട്ടാണ് ഒരു മാഗസീനിൽ ബേർഡ്മാൻ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ആർട്ടിക്കിൾ വായിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ സലിം അലിയുടെ ഭയങ്കര ഒരു ആരാധകനായി മാറുകയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുംബൈയിലേക്ക് പോവുകയും ചെയ്യും. അവിടെ സലിം അലീനെ കുറേ പ്രോജക്റ്റുകളിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി എനിക്ക് കിട്ടിയത്. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബേർഡ് ഇസ് കോൾഡ് ഓറന്തോളജി. അപ്പോൾ ഓറന്തോളജി എന്നാണ് പക്ഷികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെ പറ്റി പറയുന്ന പേര് ഓറന്തോളജി. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ബേർഡ് സാങ്ച്വറി. ദ ബേർഡ് സാങ്ച്വറി ഇൻ കേരള നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ സലിം അലി ഈസ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഇപ്പോൾ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ആണ് സലിം അലിയുടെ പേരിൽ നമുക്ക് ഇവിടെ കേരളത്തിലുള്ള ഒരു ബേർഡ് സാങ്ച്വറി. ഡു യു നോ എനി അതർ ബേർഡ് സാങ്ച്വറീസ്? ഇതല്ലാതെ വേറെ ബേർഡ് സാങ്ച്വറീസ് നിങ്ങൾക്കറിയാമോ? അറിയാം, നമുക്ക് ഈ ബേർഡ് സാങ്ച്വറീസ് കേരളത്തിൽ ഉണ്ട്, ഇനിയുമുണ്ട്, 2-3 ഉണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. നമ്മുടെ ഒരു ക്രോസ് വേർഡ് പസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ താഴെ എഴുതിയിട്ടുള്ളതാണ്, ക്രോസ് വേർഡിലേക്ക് എഴുതിയിട്ടില്ല. അതൊന്ന് നോക്കാം. ഓൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാംഗ്രോവ് ഫോറസ്റ്റ്, മംഗലവനമാണത്. ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള, ചൂലനൂർ പി സാങ്ച്വറി, മയിലാടുംപാറ. ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വെർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ, കടലുണ്ടിയാണത്. നെക്സ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയമാണ്, കുമരകം. ബേർഡ് സാങ്ച്വറി നോൺ ആസ് ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ച്വറി, തട്ടേക്കാടാണ്. ഫൈൻഡ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ബേർഡ് സാങ്ച്വറീസ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ മൈ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.